ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 28 പൾസ് പോളിയോ ദിനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകണമെന്ന് വെച്ചാൽ രുദ്രയ്ക്ക് പോളിയോ കൊടുക്കാൻ പോവുകയാണ്. പോളിയോ തുള്ളി മരുന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. രാവിലെ ആണ്ടേ തോട്ടിലൊക്കെ കലക്കൽ വെള്ളം കുറച്ചുകൂടെ നല്ല സ്പീഡിൽ ഒഴുക്കുമായിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടി ഞാൻ മൂടാൻ മറന്നുപോയി. വണ്ടിയുടെ ഷീറ്റിട്ട് കവർ ചെയ്യാൻ മറന്നു. പിന്നെ ഞാൻ മഴ പെയ്ത സമയത്ത് പെട്ടെന്ന് മാറ്റെടുത്ത് വെച്ച് സംഭവം പറഞ്ഞാൽ അടി സൈഡൊക്കെ തുരുമ്പിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത മഴയ്ക്ക് മുമ്പ് പെട്ടെന്ന് പോളിയോ കൊടുക്കുന്ന സ്ഥലത്ത് പോട്ടെ. വരൂ 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 വരൂ, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ, പെട്ടെന്ന് പോവാ. അല്ല, എൻ്റെ ഫോൺ ഇവിടെ വെച്ചോ. ഫോണ് ഞാൻ മറ്റേ വീഡിയോ അപ്ലോഡിന് ഇട്ടേക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്രമല്ല സൂലയും കൂടെ ഉണ്ടല്ലേ. ആ, ശൂലാൻ വെച്ചില്ലാതെ എങ്ങനെ പോണത്? അപ്പോൾ നമ്മൾ പോളിയോ കൊടുക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടാ. നമ്മളെ വീട്ടിൽ കുറച്ച് ദൂരം ഉള്ളായിരുന്നു. അങ്ങോട്ടാ? ഓ, ഞാൻ അങ്ങോട്ട് വരാം. നോക്കട്ടെ അവളെ മോന്ത കാണിച്ചത് പറ. തീർന്നു. നിനക്ക് വേണോ പോളിയോ? നിനക്ക് വേണോ? തറ നോക്കി കിടക്കണേ. അപ്പം നമ്മുടെ പാറുവിൻ്റെ ആദ്യത്തെ പോളിയോ കഴിഞ്ഞ് കേട്ടോ. പോളിയോ എടുത്ത് കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ മുഖം നോക്കട്ടെ പാറു. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിങ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എന്തിനു മുട്ടായാണ്? അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഇരിക്കുകയാണ്. എന്തോ വലിയ ജോലി കഴിഞ്ഞിട്ട് എന്തൊരു പാടായിരുന്നു ഇവിടെ നിന്ന് രാവിലെ ഒരുങ്ങി പോവാൻ. ഓ, ഭയങ്കര പാടായിരുന്നു. എന്തിനു വായിക്കാത്ത കയറ്റുന്നത്? എടുത്ത് മാറ്റിയാണത്. എടുത്ത് മാറ്റി പാറോ, എടുത്ത് മാറ്റടി. റിമോട്ട് മാറ്റാൻ പാറോ. റിമോട്ട് വായിക്കാത്ത കുത്തിക്കയറ്റ വിട്ടടി വിട്ടടി. ഓ, എൻ്റെ അടുത്താണ് കളി. ഇനി നമ്മളും എല്ലാം കഴിക്കട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞല്ല ഇപ്പം കുറച്ച് നാൾ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇന്ന് ഞായറാഴ്ചയാണ്. അയ്യമ്മ, നല്ല മീൻകറിയും പുളിശ്ശേരി, അതിൽ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഓക്കെ. നിന്റെ അടുത്ത് പറഞ്ഞതല്ല. ഇവിടെ എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് ഒരാൾ ഓടി വരും. അപ്പൊ ഓക്കെ. ആ, അപ്പോൾ ഓക്കെ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിടിപ്പത് പണിയുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു കഴിയട്ടെ. അപ്പോഴേ ഞാനൊന്ന് ഷോപ്പിൽ പോകട്ടെ കേട്ടോ. കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ട്. ഇവിടെ ഇന്ന് കുറച്ച് 2-3 വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ചിക്കൻ വാങ്ങാനുണ്ട്. ഹേയ്, ഇനി വാ. ഹലോ, വാ 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 വാ, ഇവിടെ വന്നിരി. റൂമിൽ ആളില്ല. ഇഞ്ഞു വാ വാടേ, ഇഞ്ഞു വാടേ.
അതുകൊണ്ട് വാ, നടന്നു വന്നാണ്, പെട്ടെന്ന് വന്നാണ്. നടന്നു വാ. വാടേ, ഇങ്ങോട്ട് വാടേ. നീ എന്തിനടേ? എണീച്ചു വാ. വാടേ, എണീച്ചു വാ. എണീര്. വാ വരി. നീ അത് കയ്യിൽ നിന്ന് കളാൻ എന്നെ കൊണ്ട് അവിടെ പോണു. തുല അടുക്കളയിൽ പാചകത്തിൻ്റെ തിരക്കിലാണ്. ഓഹോ, എനിക്ക് പഴങ്ങി എന്നിട്ട്. ഓഹോ, ഇടിയപ്പവും ഓക്കെ. ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുക്കിംഗ് ഉണ്ട് കേട്ടാ, സുലയുടെ കുക്കിംഗ്. മുട്ടായി, പിന്നെ ഇഞ്ചി, മല്ലിയില. ഓക്കെ, മുട്ടായി. ഞാൻ കടയിൽ പോയി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്കിവിടെ കുറച്ച് പണികളും കൂടെ ഉണ്ട് കേട്ടാ. ഇവിടെ പാചകം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. രണ്ടുപേര് പുറത്ത് കാത്തിരിപ്പുണ്ട്. ഇന്നിവിടെ മീനില്ല. മിയു ഇന്ന് മീനില്ല. മിയു അപ്പോൾ ഞാൻ എൻ്റെ ദൗത്യം. അയ്യോ, മറന്നുപോയി. പിന്നെ മേടിച്ചോണ്ട് വരാം. സുഹൃത്തുക്കളെ, മുട്ടായി വാങ്ങാൻ മറന്നുപോയി. ഞാനത് മറന്നുപോയി. സോറി പറ. അല്ല, സോറി, ഞാൻ പറഞ്ഞു. മുട്ടായി തിന്നൂടാ, പല്ല് പുഴുക്കും. ഞാൻ മേടിച്ചോണ്ട് വരാം പിന്നീട്. എന്ത് ചെയ്യുന്നെന്ന് തോന്നുന്നു. ഇതെല്ലാം ക്ലീൻ ചെയ്യണ്ടേ? ഞാൻ ക്ലീൻ ചെയ്തെടുത്തില്ല. കറി വയ്ക്കുന്നത് നിന്റെ ഉത്തരവാദിത്വമാണ്. കറി വയ്ക്കാൻ എന്നെ കൊണ്ട് പറയുന്നത്. കറി വയ്ക്കൂലേ? മഴ കാണിച്ചാണ് ഇവിടത്തെ അന്തരീക്ഷം. വരാന്ന് പറഞ്ഞവര് വരുവോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. നല്ല മഴയുണ്ട്. അതുപോലെ ഒരു കൈക്കൊച്ചുണ്ട് കേട്ടോ അവരുടെ കൂടെ. കുഞ്ഞിനെ കൊണ്ടൊക്കെ വരുന്ന കാര്യം പാടാണ്. പിന്നെ നമ്മൾ രാവിലെ വിളിച്ചില്ല. അങ്ങോട്ട് മഴ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാനുള്ള റെഡിയാക്കി വെക്കാം. നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്ത് വെക്കാം അല്ലേ. ചിക്കൻ കാണിക്കേണ്ട, ബ്ലഡാണ്, സ്ട്രൈക്ക് വരും. അത് കുഴപ്പമില്ല, ബ്ലാക്ക് വൈറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കറി അടുപ്പിലാക്കി. ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പാറു ഭയങ്കര നിർബന്ധമായിരുന്നു. കണ്ടാൽ കിടന്ന് തിളക്കാനാണ്. നിർബന്ധം കാരണം പാറുന്നെടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി ഇന്നത്തെ ദിവസം തറയിൽ ഇരുന്നിട്ടില്ല. ഇത്ര നേരം എൻ്റെ കൈ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. കിടത്തിപ്പോൾ ചാടി എണീച്ച് വരികയാണ്. ഓഹോ, ക്യാമറയൊക്കെ തിന്നും. എന്തിനായി ചിക്കൻ കറി അടുപ്പിരുന്ന് തിളയ്ക്കുന്നു. മണം പറഞ്ഞില്ല. ഇവിടെ കിട്ടൂല മണം, അത് പുറത്തു പോകും. സുല നമ്മുടെ രുദ്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മീഷോയിൽ കുറച്ച് ബോള് ഓർഡർ ചെയ്തായിരുന്നു. അതിന് വേണ്ടി ആ ഓർഡർ വരുന്നുണ്ട് കേട്ടോ. അത് വാങ്ങാനുള്ള ഓട്ടമാണ്. കിണിച്ച് അതിനെ മണ്ടേ കൂടെ ഒന്നും ചാടിക്കൊണ്ടൊന്നും വരരുത്. ബോ വാങ്ങാൻ ഓടുന്നു.
അവരിങ്ങോട്ടല്ലേ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഇതിൻ്റെ കൂടെ ഒന്നും വലിയ താല്പര്യം ഇല്ല. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? ഈ മേലെ അങ്ങനെ പറഞ്ഞു പോവല്ലേ ഇല്ല മോളെ. മഴ തോന്നുന്നു കേട്ടോ ഒരുവിധം. വിരുന്നിന് വന്നവരിതുവരെ എത്തിയിട്ടില്ല. അവർ വീട്ടിലാണ് കേട്ടോ. അവിടെ നല്ല മഴയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിവിടെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞല്ലേ. മഴ തോട്ടിൽ നല്ല വെള്ളമായി കേട്ടോ. കിണറ്റിൻ്റെ ചാല് നിറഞ്ഞ. അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ ഗോ വന്ന് നോക്കിപ്പോ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഇത് അൺബോക്സ് ചെയ്താലേ? എന്ത് ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതായി ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ കൂടെ അൺബോക്സ് ചെയ്യണം കേട്ടോ. ഓരോ കളർ ഡ്രസ്സിന് മാച്ചിങ് ബോക്സ്. ഇതിന്റെ ശരിക്കും പേരെന്തിനാണ്? കുഴപ്പമില്ലല്ലേ? ഓരോന്ന് വെച്ചാണ്. നെക്സ്റ്റ് ഇങ്ങോട്ട് നോക്കടി, നീ ഇങ്ങോട്ട് കാണില്ല. നീ പേപ്പർ എടുത്ത് മാറ്റി. അതിട് വിളങ്ങിയടി. നെക്സ്റ്റ്. അയ്യോ കൊള്ളാം കൊള്ളാം കൊള്ളാം. കൊള്ളാം 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 കൊള്ളാം. ഇതാണ് പാറിന് വന്ന സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് സുലയുടെ ചിക്കൻ കറി എന്തിനായി നോക്കാം. നമ്മൾ അടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത്, ഗ്യാസിലല്ല, അടുപ്പിലാണ്. ഒന്നുമില്ല, നമ്മുടെ ചിക്കൻ കറി. ഇപ്പൊ ക്യാമറ ഇപ്പൊ ചിക്കൻ കറി വീണാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ലൈറ്റ് ചിക്കൻ കറിയിലിട്ടുണ്ട്. ഓക്കെ, പ്രിപ്പറേഷൻ വിത്ത് സുല. ടെസ്റ്റർ അച്ഛനാണ്. അച്ഛൻ്റെ ഒന്ന് കൊടു. ഇതിൻ്റെ അകത്തൊരു ബൾബ് സെറ്റ് ചെയ്ത്. ഇവിടെ ബൾബ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ബൾബ് ഹോൾഡർ കുഴപ്പമായി പോയി. എനിക്ക് തന്നാണത്. അപ്പൊ ആയിരിക്കാണ് സുഹൃത്തുക്കളെ ചിക്കൻ കറി. ഇനി ചീനി ആവാണ്ട്. ചീനി മല്ലിയില വേണം. അല്ല കുഴപ്പമില്ല, ഇട്ടോ. ഇനി ചീനി സെറ്റാക്കണം. ഇനി നമുക്ക് 4 ലെഗ് പീസ് ഉണ്ട്, അത് പൊരിക്കണം. ഇനി അതിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു അതിനെന്തിനാണ് പറയുന്നത്? നന്നായി. നിരാശാജനകം പിന്നെ ഒരു സാഡ് ന്യൂസ്. കാരണം നമുക്ക് ഇന്ന് ഗസ്റ്റ് ഇല്ല. മഴ, നിർത്താതെയുള്ള മഴ
പിന്നെ അവരുടെ കൂടെ കൈക്കുഞ്ഞുണ്ട്. അപ്പം അവർ 2 വീലറിലാണ് വരുന്നത്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റത്തില്ല എന്നറിയിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ മഴയാണ് കേട്ടോ, ഇവിടെയും മഴയാണ് അവിടെയും മഴയാണ്. ഞാനും അതിനും ചിന്തിക്കുകയാണ് അവർ ഇനി എങ്ങനെ വരും, വന്നാൽ തന്നെ അവരെങ്ങനെ തിരിച്ചു പോവും അങ്ങനെയുള്ള. അപ്പം നമ്മൾ അത് വേറൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. മഴയൊന്നുമില്ലാത്ത നല്ലൊരു അന്തരീക്ഷമുള്ള ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തേ അപ്പം പിന്നെ ദിവസവും പോകുന്ന പോലത്തെ ഒരു ദിവസമായി. അതെ, ഇന്ന് സ്പെഷ്യൽ ഉണ്ടെന്നേ ഉള്ളു അല്ലേ. അപ്പൊ ശരി എന്നാ അതെ. അപ്പൊ നല്ലൊരു ദിവസം അവര് വരും, അന്ന് നമുക്ക് നല്ല ഇതൊന്നും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ, ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പം അവർ വരാത്തത് കൊണ്ട് നമ്മൾ ഇനി അവരെ കാക്കുന്നില്ല. നമ്മളെല്ലാവരും അച്ഛൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, അമ്മമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നോക്കണ്ട, ഇത് പതിവാണ്. എനിക്ക് ഉരുളിയാണ് എൻ്റെ പ്രിയപ്പെട്ട പാത്രം, സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, നാളത്തെ വിശേഷങ്ങൾ നാളെ വരാം. അതുവരെ ടാറ്റാ.